നമുക്ക് നേരെ അറബിക്കടലിന്റെ റാണിയുടെ നാട്ടിലേക്ക് പോയാലോ? കൊച്ചിയിലേക്ക് പോവാം അല്ലേ? കൊച്ചി ഇത്തവണ, കൊച്ചി എന്നതിലുപരി എറണാകുളം ജില്ല ഇത്തവണ ഒരുപാട് സർപ്രൈസിംഗ് എലിമെന്റ്സ് കാത്തു സൂക്ഷിക്കുന്ന ഒരു ജില്ല കൂടിയാണ്. സ്വാഭാവികമായിട്ട് UDFന് വളരെ എളുപ്പം കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു ജില്ലയാണ്. എന്നാൽ അതുപോലെ സംഭവിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു ചോദ്യം. കാരണം കഴിഞ്ഞ തവണ ലീഗിന്റെ ഉറച്ച കോട്ടയായ കളമശ്ശേരിയും അടക്കം ലീഗിന് കൈവിട്ടതാണ്. സ്വാഭാവികമായിട്ടും അതൊക്കെ ഇത്തവണ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒപ്പം കൊച്ചിയിലെ, എറണാകുളത്തെ, തൃപ്പൂണിത്തറയിലെ മുനിസിപ്പാലിറ്റിയുടെ ഭരണം പിടിച്ചിരിക്കുന്നത് BJP ആണ്. അതെ, അവിടെയാണ് സാധ്യത വരുന്നത്. തീർച്ചയായും തൃപ്പൂണിത്തറയിലേക്കാണ് നമുക്ക് ആദ്യം പോകാം. ഇതാ തൃപ്പൂണിത്തറയിൽ ഇത്തവണ മാറ്റുരയ്ക്കുന്ന സ്ഥാനാർത്ഥികൾ. LDFന് വേണ്ടി KN ഉണ്ണികൃഷ്ണൻ, NDAക്ക് വേണ്ടി അഞ്ജലി നായർ 2020 സ്ഥാനാർത്ഥി, ഒപ്പം UDFന് വേണ്ടി ദീപക് ജോയ്. ഇതാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥി ചിത്രം. ഇതിൽ NDA ഇത്തവണ 2020 എന്ന പുതിയൊരു പാർട്ടി സ്വാഭാവികമായിട്ട് NDAയുടെ ഭാഗമായിട്ടുണ്ട്. അത് വലിയ ആത്മവിശ്വാസമാണ്. വിശേഷിച്ച് മധ്യ കേരളത്തിൽ, എറണാകുളത്താണെങ്കിൽ ഈ തൃപ്പൂണിത്തറയും കുന്നത്തുനാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അത് വലിയ പ്രതീക്ഷയും നൽകുന്നുണ്ട്. അതെ, സിനിമാ താരം എന്നതിലുപരി ഈ അഞ്ജലി നായർ അവിടെ ഓടി നടന്ന ജനങ്ങൾക്കിടയിലേക്ക് ആഴ്ന്നിറങ്ങി വളരെ പെട്ടെന്ന് തന്നെ അഞ്ജലി കളം പിടിച്ചു. അതായത് സോഷ്യൽ മീഡിയ മുഴുവൻ അഞ്ജലി തരംഗമാണ്. ഈ വ്ളോഗർമാരും യൂട്യൂബർമാരും എല്ലാവരും അഞ്ജലിയുടെ പിറകിലാണ്. രസകരമായിട്ടൊരു കമന്റ് സോഷ്യൽ മീഡിയ കണ്ടു പ്രിയപ്പെട്ട പ്രേക്ഷകർ. അതായത് എല്ലാ മാധ്യമ പ്രവർത്തകരും പറയുന്നു BJPക്ക് ഒരു സാധ്യതയില്ല. പക്ഷേ അതേ മാധ്യമപ്രവർത്തകർ തന്നെ പറയുന്നു ഇത്ര ശക്തമായ തൃപ്പൂണിത്തറ, ഇത്ര ശക്തമായ സംഘടനാ സംവിധാനമൊക്കെയുള്ള തൃപ്പൂണിത്തറയും കൊടുങ്ങല്ലൂരും ഒക്കെ നിങ്ങൾ എന്തിനാണ് ഘടകകക്ഷികൾക്ക് കൊടുത്തത്? അപ്പൊ അതിന്റെ അർത്ഥം BJP സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നെങ്കിൽ അവിടെ ജയിക്കുമായിരുന്നു എന്നാണ്. അപ്പൊ ഒന്നും മറ്റേ പഞ്ചാബി ഹൗസിലെ ലാല് ചോദിച്ച പോലെ കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ എന്നാണ് ഞങ്ങൾക്ക് മാധ്യമപ്രവർത്തകരോട് ബഹുമാനത്തോടു കൂടി തന്നെ ചോദിക്കാനുള്ളത്. തൃപ്പൂണിത്തറ 2021 എങ്ങനെയാണ് ചിന്തിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് കാണാം. ഒരുപക്ഷെ തൃപ്പൂണിത്തറ കെ ബാബു, UDFന്റെ മുൻ മന്ത്രി, ഒരുപാട് വിവാദങ്ങളിൽ അകപ്പെട്ട് കുറച്ചു കാലം ഒന്ന് ബ്രേക്ക് എടുത്ത് പിന്നീട് വന്ന കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കെ ബാബു UDF പിടിച്ചു. UDF അന്ന് LDF M സ്വരാജിന്റെ കയ്യിൽ നിന്നാണ് കെ ബാബു ആ മണ്ഡലം പിടിച്ചത്. അങ്ങനെ വേണേ പറയാം. പക്ഷെ വഴുതിപ്പോയതല്ല, അത് കൃത്യമായി തന്നെ അന്ന് ശബരിമല പോരാട്ടം നടത്തിയ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചിരുന്നു M സ്വരാജ്. അതിനുള്ള ശിക്ഷ കൂടിയാണ് അന്ന് സംഭവിച്ചത്. UDFന്റെ സ്ഥാനാർത്ഥി കെ ബാബു അന്ന് ജയിച്ചു. M സ്വരാജിന് അന്ന് മണ്ഡലം നഷ്ടപ്പെട്ടു. 64,883. ഡോക്ടർ KS രാധാകൃഷ്ണനാണ് NDAക്ക് വേണ്ടി അന്ന് രംഗത്തിറങ്ങിയത്. 23,756. ഭൂരിപക്ഷം 992. ചെറിയൊരു ഭൂരിപക്ഷമാണ് എങ്കിൽ പോലും തീർച്ചയായും കൈവിട്ടുപോയി. ലോക്സഭയിൽ നമുക്ക് നോക്കാം തൃപ്പൂണിത്തറ എങ്ങനെയാണ് ചിന്തിച്ചതെന്ന്. 2024 ലോക്സഭ UDFനൊപ്പമാണ് മണ്ഡലം നിന്നത്. 69,661 വോട്ടുകൾ. LDFനൊപ്പം 37,696 പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചപ്പോൾ NDA വോട്ട് ഉയർത്തിയിട്ടുണ്ട് 27,951. സ്വാഭാവികമായിട്ടും ഘടകകക്ഷിയാണ് ഇത്തവണ NDAക്ക് വേണ്ടി. BJPയുടെ ഘടകകക്ഷിയാണ് മത്സരിക്കുന്നത്. 2020 പാർട്ടിക്ക് വേണ്ടി അഞ്ജലി നായരാണ് 100%. മാത്രമല്ല ഈ ഉദയംപേരൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ, അതായത് തൃപ്പൂണിത്തറ നഗരത്തിനപ്പുറത്തേക്ക് സ്വാഭാവികമായിട്ടും പഞ്ചായത്തുകൾ അവിടെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അതൊക്കെ എങ്ങനെയാണ്, കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ അവിടെയുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുക എന്ന് കൂടി നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി എങ്ങോട്ടാണ്? ഇനി നമുക്ക് നേരെ കുന്നത്ത് നാട്ടിലേക്ക് പോയാലോ? 2020യുടെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ കരുത്ത്, അതാണ് കുന്നത്തുനാട്. PV ശ്രീജൻ ഇപ്പൊ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അശ്വതി 552 വോട്ടുകൾക്ക് ഞാൻ ജയിക്കുമെന്ന്. എന്താണ് കണക്കെന്ന് അറിയില്ല. PV ശ്രീജനും ഭയമുണ്ട്. ഉറപ്പല്ലേ? അല്ലെങ്കിൽ പറയേണ്ടത് ഒരു 10,000 വോട്ട് ജയിക്കുന്നല്ലേ? സാബു എൻ ജേക്കബും PV ശ്രീജനും ഉൾപ്പെടെ ഡയറക്റ്റ് ഫൈറ്റ് നടന്ന ഒരു മണ്ഡലമാണ്. ഒരു പക്ഷേ 2020 എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട പരീക്ഷണശാല കൂടിയാണ് കുന്നത്തുനാട്. കിഴക്കമ്പലം പഞ്ചായത്ത് ഉൾപ്പെടുന്ന കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൽ ബാബു ദിവാകരനെയാണ് NDA 2020 സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചത്. ബാബു ദിവാകരൻ നേരത്തെ കോൺഗ്രസ് പശ്ചാത്തലമുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിരുന്നു. അദ്ദേഹത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തഴഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മാറി ചിന്തിക്കാൻ തീരുമാനിച്ചത്. ഒരു കാര്യം കൂടിയുണ്ട്, ബാബു ദിവാകരൻ, അദ്ദേഹത്തെ നമ്മൾ എടുത്തു പറയുമ്പോൾ, പേഴ്സണലി നമ്മൾ പറയുമ്പോൾ ഒരു കൃത്യമായി തന്നെ ഒരു ആദർശം, അത് കൃത്യമായി തന്നെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പക്ഷേ ഈ ഒരുപാട് പണം സമ്പാദിക്കുക, അഴിമതി നടത്തുക, ഇതൊന്നും പറ്റാത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസിൽ തുടരാൻ പറ്റില്ല. അതുകൊണ്ടാണ് അദ്ദേഹം
2020 എന്ന പാർട്ടിയുടെ ഒപ്പം ചേർന്നത്. ബാബു ദിവാകരനാണ് NDA സ്ഥാനാർത്ഥിയായി കുന്നത്ത് നാട്ടിൽ വലിയ പ്രചരണം തന്നെയാണ് BJP നടത്തിയത്. രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടെ എത്തി പ്രചരണത്തിന് നേതൃത്വം കൊടുത്തു. തീർച്ചയായും അതൊക്കെ വലുതായി തുണയ്ക്കും ഇദ്ദേഹത്തെ. ഇനി കോൺഗ്രസ് ആരെയാണ് അവിടെ നിർത്തിയിരിക്കുന്നത്? VP സജീന്ദ്രൻ. നേരത്തെ MLA ആയിരുന്ന ആളാണ് VP സജീന്ദ്രൻ. വീണ്ടും രംഗത്ത് വരികയാണ്. പക്ഷേ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ നേരിട്ട ആളാണ് VP സജീന്ദ്രൻ, കൊറോണ കാലത്ത് ഉൾപ്പെടെ. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് കാത്തിരുന്ന് കാണാം. PV ശ്രീനിജൻ വേണോ, അതോ VP സജീന്ദ്രൻ വേണോ, അതോ ഒരു റൈറ്റ് സൈഡിലേക്ക് പോകണമോ, ബാബു ദിവാകരൻ വേണോ എന്ന് കാത്തിരിക്കാം. 2021 എന്താണ് കുന്നത്തുനാട് പറഞ്ഞു വെച്ചത്? അശ്വതി നോക്കാം ശ്യാം. 2021 കുന്നത്തുനാട് ചിന്തിച്ചത് നോക്കൂ. PV ശ്രീനിജനൊപ്പമായിരുന്നു. LDF 52,351 വോട്ടുകളാണ് സ്വന്തമാക്കിയത്. ഇനി VP സജീന്ദ്രൻ കോൺഗ്രസിന് വേണ്ടി 49,636 വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ സജീന്ദ്രൻ അവിടെ തോറ്റുപോകുന്ന ഒരു സാഹചര്യമാണ് കുന്നത്തുനാടിൽ ഉണ്ടായത്. നേരത്തെ പറഞ്ഞ ആരോപണങ്ങളൊക്കെ അതിന് വലിയ ഘടകങ്ങളായിരുന്നു. അതെ തീർച്ചയായും ശ്യാം. ഡോക്ടർ സുജിത് P സുരേന്ദ്രൻ T20 പാർട്ടിയുടെ 42,701 വോട്ടുകൾ. രേണു സുരേഷ് അവിടെ NDAയുടെ സ്വന്തമാക്കിയത് 7,218 വോട്ടുകളാണ്. ഈ രണ്ട് ഘടകങ്ങൾ കൂടി ചേരുമ്പോൾ അത് തന്നെ ഏതാണ്ട് ഒരു 50,000 വോട്ടിനടുത്ത് വരും. അപ്പോൾ അങ്ങനെ ഒരു ടൈറ്റ് ഫൈറ്റ് വരുമ്പോഴാണ് നമ്മൾ ഈ കുന്നത്തുനാടിന്റെ എന്താണ് പെട്ടിപൊട്ടിക്കുമ്പോൾ കുന്നത്തുനാടിൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട് എങ്ങനെയാണ് ചിന്തിച്ചതെന്ന് കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വളരെ വേഗം. ലോക്സഭയിൽ UDF-നൊപ്പമാണ് കുന്നത്തുനാട് നിന്നത്. 52,523. ഒപ്പം LDF സ്ഥാനാർത്ഥിക്ക് 39,089 സീറ്റും NDAക്ക് 8,145. NDA അവിടെ 1000-ലധികം വോട്ടുകൾ കൂട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇത്തവണ ശക്തമാണ് NDA. നമുക്ക് കാത്തിരുന്ന് കാണാം. അത്ഭുതങ്ങൾ പ്രവചിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കുന്നത്തുനാട്. ജിജേഷ് ഉണ്ട്. അശ്വതി, ജിജേഷ്, കുന്നത്തുനാട് തുടങ്ങാം നമുക്ക്. ജിജേഷ് പക്ഷേ തൃപ്പൂണിത്തറക്കാരനാണ്. അവിടെ നിന്ന് തുടങ്ങുന്നതായിരുന്നു ജിജീഷേട്ടന് ഇഷ്ടം. ശ്യാം, അശ്വതി പറഞ്ഞ പോലെ തന്നെ എൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ തന്നെയാണ്. പക്ഷേ നമുക്ക് ആദ്യം ശ്യാം പറഞ്ഞതുപോലെ തന്നെ കുന്നത്തുനാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം ഈ രണ്ട് സ്ഥലത്തും അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. രണ്ട് സ്ഥലത്തും മാത്രമല്ല, ഈ 14 മണ്ഡലങ്ങളിലും, എറണാകുളം ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും NDA കരുത്തരായ മത്സരം സംഘടിപ്പിക്കുന്നു. നമ്മൾ ഈ രണ്ട് മണ്ഡലം തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയുന്നത് തന്നെ അവിടെ കൂടുതൽ ഒരു ഇടതു വലത് മുന്നണികൾ വളരെ ആശങ്കയിലാവുന്ന തരത്തിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ്. ഈ കുന്നത്തുനാട് ആദ്യം പറയുമ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി, ഇതിനു മുമ്പുണ്ടായിരുന്ന മത്സരം നമുക്കറിയാം. 2020 വളരെ ആർജിച്ച ഒരു മണ്ഡലം. 2020ക്ക് 42,000-ലധികം വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുള്ള ഒരു മണ്ഡലം. 7,000-ലധികം വോട്ടുകൾ BJPക്കുള്ള മണ്ഡലം. നേരത്തെ ശ്യാം പറഞ്ഞ് കണക്ക് കൂട്ടിയതുപോലെ അത് മാത്രം മതി 50,000-ഓളം വോട്ട് അവിടെ നേടിയെടുക്കാൻ എന്നതാണ് അതിലേറ്റവും പ്രധാനം. മാത്രമല്ല, എത്രമാത്രം ജനങ്ങൾ അവിടെ 2020യെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ആ ഒരു പ്രദേശത്ത് ചെല്ലുന്ന ആളുകൾക്ക് മാത്രമാണ് മനസ്സിലാവുക. നേരത്തെ അമിത്ഷാ അവിടെ വന്ന സമയത്ത് നമ്മളവിടെ ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വാർത്താ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി എത്തിയപ്പോൾ ഒരേ സ്വരത്തിൽ അവിടെയുള്ള ആളുകൾ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് എങ്ങനെ 2020യെ പിന്തുണയ്ക്കാതിരിക്കും. കാരണം ജനക്ഷേമ പ്രവർത്തനങ്ങൾ, എങ്ങനെയാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ, NDA സർക്കാർ മറ്റു വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത്, അതുപോലെ ഞങ്ങളുടെ നാട്ടിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് 2020. ആ 2020യുടെ നിരവധി പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറിയ ആളുകൾ, അതിന്റെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും വലിയ ആത്മവിശ്വാസമാണ് അന്ന് പ്രകടിപ്പിച്ചത്. വലിയ ഒരു ഭൂരിപക്ഷത്തിൽ ബാബു ദിവാകരൻ, നേരത്തെ ഷാവു അശ്വരിയും പറഞ്ഞ പോലെ ബാബു ദിവാകരന്റെ ഒരു പശ്ചാത്തലം നോക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ പിന്തുണയ്ക്കാതിരിക്കാൻ കഴിയാത്ത അത്രയും ജനകീയനായ ഒരു നേതാവ്, അഴിമതിയുടെ കറ പുരളാത്ത കോൺഗ്രസ് നേതാക്കൾ പൊതുവെ അഴിമതിയുടെ പിന്നാലെ പോകുമ്പോൾ അത്തരത്തിൽ അഴിമതിയുടെ പിന്നാലെ പോകാതെ യാതൊന്നും സമ്പാദിക്കാത്ത, ഇപ്പോഴും വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കോൺഗ്രസിന്റെ വളരെ കാലം പ്രവർത്തിച്ച രാഷ്ട്രീയ നേതാവ്, അങ്ങനെ ആദർശത്തിന്റെ ആൾരൂപമായ ഒരു രാഷ്ട്രീയ നേതാവ് അവിടെ NDAയുടെ 2020യുടെ കരുത്തിൽ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നത് തന്നെയാണ് ഇത്തവണ NDAയുടെ പ്രതീക്ഷകൾ 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പല എക്സിറ്റ് പോളുകളെല്ലാം തന്നെ വരുമ്പോൾ പലപ്പോഴും ചിലത് വിജയം പറയുന്നതാണെങ്കിലും ഇനി 2ാം സ്ഥാനത്ത് വരുമെന്ന് നിർവചിക്കുന്നതാണെങ്കിൽ പോലും വളരെ അടുത്ത
ഒരു വോട്ട് ശതമാനമാണ് ഇത് തമ്മിലുള്ളൂ. സ്വാഭാവികമായും NDAക്ക് മുന്നിലേക്ക് കയറാൻ കഴിയുന്ന, ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം തന്നെയാണ് എറണാകുളം ജില്ലയിലെ ഒരു മണ്ഡലം തന്നെയാണ് ഈ കുന്നത്തുനാട് നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ബാബു ദിവാകരൻ അവിടെ വലിയ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. മാത്രമല്ല മറുപക്ഷത്ത് ഉള്ള VP സജീന്ദ്രനെതിരെ ആണെങ്കിലും ശ്രീനിജിനെതിരെ ആണെങ്കിലും എല്ലാം തന്നെ ആ മണ്ഡലത്തിലുള്ള ഒരു ജനരോഷം എന്ന് പറയുന്നത് അത് വലുതാണ്. പ്രത്യേകിച്ച് LDF സ്ഥാനാർത്ഥി ശ്രീനിജിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മാത്രമല്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ എതിർപ്പ് ആ ഒരു മണ്ഡലത്തിൽ ശ്രീനിജൻ നേരിടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ശ്രീനിജൻ തന്നെ തോൽവി സമ്മതിക്കുന്ന. പാർട്ടി പറഞ്ഞു 7000-ഓളം വോട്ടിന് തോൽക്കുമെന്ന് പാർട്ടി നിർവചിക്കുന്നു. തോൽക്കാനാണ് സാധ്യത. എന്നാൽ തന്റെ ഒരു കാഴ്ചപ്പാടിൽ 500-ലധികം വോട്ടുകൾക്ക് ജയിക്കുമെന്നെല്ലാം ശ്രീനിജൻ പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ മണ്ഡലത്തിന്റെ അവസ്ഥ മാറുകയും ചെയ്തു. ആ കണക്കിന് ഏറ്റവും ശക്തമായ മത്സരം കുന്നത്തുനാടിൽ നടക്കുന്നു. ഇത്തവണ കുന്നത്തുനാട് നിയോജക മണ്ഡലം NDA പിടിച്ചെടുക്കും. NDAക്ക് എറണാകുളം ജില്ലയിൽ ലഭിക്കുന്ന സീറ്റുകളിൽ ഒന്ന് അത് തന്നെയായിരിക്കും. ഇനി നമുക്ക് തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലേക്ക് വരുമ്പോൾ കൃത്യമായി തന്നെ അവിടെയും നമ്മൾ ഈ പ്രചാരണ പ്രവർത്തനങ്ങളിൽ എല്ലാം തന്നെ ആദ്യാവസാനം കണ്ടിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ഊർജ്ജസ്വലയായ ഒരു സ്ഥാനാർത്ഥി അവിടെ തൃപ്പൂണിത്തുറക്കാർക്ക് ലഭിച്ചു എന്നത് തന്നെയാണ്. അഞ്ജലി നായർ മറ്റു സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ ജനങ്ങൾക്കിടയിൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരിൽ ഒരാളായി മാറിയ, അവർക്ക് പ്രിയപ്പെട്ടവളായി മാറിയ ഒരു സ്ഥാനാർത്ഥി. അധികം ഊർജ്ജസ്വലതയോടെ വോട്ട് തേടി ഓരോ കവലകളിലും ഇറങ്ങുന്ന, ഓരോ ആളുകളുമായി നേരിട്ട് സംവദിക്കാൻ തയ്യാറാകുന്ന ഒരു സ്ഥാനാർത്ഥി മറ്റ് രണ്ട് മുന്നണികൾക്കും ഇല്ലാതെ പോയി എന്നത് തന്നെയാണ് തൃപ്പൂണിത്തുറയിൽ അവർ നേരിട്ട ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആക്ച്വലി തൃപ്പൂണിത്തുറയും വലിയ ഒരു ഫൈറ്റ് തന്നെ നടക്കുന്നു. രണ്ട് മുന്നണികളും വലിയ ആശങ്കയിലാണ്. അഞ്ജലി പിടിക്കുന്ന വോട്ടുകൾ മാത്രമല്ല, ആ വോട്ടുകൾ പിടിച്ച് വിജയത്തിലേക്ക് അഞ്ജലി എത്തുമെന്ന ഒരു കണക്കുകൂട്ടൽ കൂടി അവർക്കുണ്ട് എന്ന് തന്നെയാണ് ഈ വോട്ടെണ്ണലിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിന്നും മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. വളരെ വ്യക്തമാണ്, കൃത്യമാണ് ജിജി ഷെട്ടിന്റെ വാക്കുകൾ. തീർച്ചയായും നമുക്ക് കൊച്ചി മണ്ഡലം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തവണ കൊച്ചി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് VD സതീശൻ ഫാക്ടർ എങ്ങനെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നതിന്റെ ഒരു പരീക്ഷണശാലയാണ് കൊച്ചി. കാരണം ഈ VD സതീശന്റെ ഒരൊറ്റ വാശിയും പിടിവാശിയും കൊണ്ട് മാത്രമാണ് മുഹമ്മദ് ഷിയാസ് എന്ന UDF സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥി കൊച്ചി മണ്ഡലത്തിലെത്തിയത്. എന്നാൽ KJ മാക്സി LDFന് വേണ്ടി കൃത്യമായി തന്നെ വരുന്നു. ഒപ്പം സേവ്യർ ജൂലപ്പൻ അദ്ദേഹം NDAക്ക് വേണ്ടിയും മത്സരിക്കാൻ വരുന്നു. ഈ ഒരു പ്രത്യേക സമുദായം സ്വാഭാവികമായിട്ടും അവിടെ കൂടുതൽ വോട്ടുള്ള ഒരു സമുദായം, സ്വാഭാവിക സമുദായ സമവാക്യങ്ങളൊക്കെ ആണല്ലോ എല്ലാത്തിനും ഒരു ഘടകമായി കോൺഗ്രസ് നോക്കുന്നത്. VD സതീശൻ എപ്പോഴും ദേശീയ ഈ പറയുന്ന സാംസ്കാരിക മൂല്യങ്ങൾക്കൊക്കെ, ഹൈന്ദവ മൂല്യങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കോട്ടം വരുമ്പോൾ ഒന്നും മിണ്ടാത്തൊരു മനുഷ്യനാണ്. പക്ഷേ ഈ ഷിയാസിന് വേണ്ടി അദ്ദേഹം അവിടെ പോയി പറഞ്ഞത് നിങ്ങൾ സമ്മർദ്ദമായിട്ട് ഇവിടെ വരണ്ട, ഇവിടെ ആരെയും പേടിപ്പിക്കേണ്ട എന്ന രീതിയിലുള്ള ഒരു പറച്ചിലും പ്രസ്താവനയും VD സതീശൻ കൊച്ചിയിൽ പോയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊച്ചിയിൽ KJ മാക്സി LDFന് വേണ്ടി, സേവ്യർ ജൂലപ്പൻ NDAക്ക് വേണ്ടി, ഒപ്പം മുഹമ്മദ് ഷിയാസ് VD സതീശന്റെ സ്വന്തം. VD മുഖ്യമന്ത്രി ആവണമെന്ന് ആദ്യമായി പറഞ്ഞ ആളാണ്. അപ്പൊ കൂറ് കാണിച്ചു സതീശന്റെ, നമ്മുടെ സതീശേട്ടന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആണെന്ന്. യെസ്, എന്തായാലും കാത്തിരുന്ന് കാണാം. കൊച്ചി മണ്ഡലം 2021 എങ്ങനെയായിരുന്നു ചിന്തിച്ചതെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പാകെ വളരെ വേഗത്തിൽ കൊച്ചി മണ്ഡലത്തിൽ അഡ്രസ് ചെയ്യേണ്ട കുറെ അധികം പ്രശ്നങ്ങളുണ്ട്. ഒരു മഴ പെയ്താൽ, ഒരു ചാറ്റൽ മഴ പെയ്താൽ കൊച്ചി നഗരം മുങ്ങുമെന്ന ആക്ഷേപം എത്രയോ നാളുകളായി നാം കേൾക്കുന്നു. ഇതുവരെങ്കിലും ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ടുണ്ടോ? ഇല്ല. മാലിന്യ നിർമ്മാർജ്ജനം പരിഹാരമായിട്ടുണ്ടോ? കുടിവെള്ളക്ഷാമം, ഞാൻ കൊച്ചിയിൽ താമസിച്ച ഒരാളാണ് കേട്ടോ, ഒരു ദിവസവും അവിടെ വെള്ളം കാണത്തില്ല, അതിന് പരിഹാരമായിട്ടില്ല. അങ്ങനെ എത്ര പ്രശ്നങ്ങൾ കൊച്ചി നഗരത്തിലൂടെ ഇറങ്ങിയാൽ മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥ. വേറൊരു തമാശ കൂടിയുണ്ട്, ഇതോടനുബന്ധിച്ച് പറയേണ്ടതാണ്. കൊച്ചിയിലായാലും കോഴിക്കോട്ടായാലും കണ്ണൂരിലായാലും കൊല്ലത്തായാലും കുടിവെള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന്റെ കുറ്റം വാട്ടർ അതോറിറ്റിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് കുടിവെള്ള പ്രശ്നം എങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം VV രാജേഷ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KJ മാക്സിയാണ് അന്ന് വിജയിച്ചത്. LDF 54,632 വോട്ടുകൾ. ടോണി ചമ്മണിയാണ് UDFന് വേണ്ടി. കോൺഗ്രസിന് വേണ്ടി പഴയ മേയർ രംഗത്ത് വന്നു, പക്ഷേ തോറ്റുപോയി. 40,553. ഷൈനി ആന്റണി 2020 സ്ഥാനാർത്ഥിയായി വന്നത്. 19,676. CG രാജഗോപാലൻ, പ്രിയപ്പെട്ട CG രാജഗോപാലൻ അദ്ദേഹം നേടിയത് 10,991. ഇതില് ഈ 2020യും BJPയും ഇത്തവണ
ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. നോക്കൂ, 20,000-നടുത്ത് വോട്ടുകൾ 2020-ക്ക് ഒറ്റയ്ക്കുണ്ട്. BJP വോട്ടുകൾ കൂടി ചേരുമ്പോൾ ഏതാണ്ട് 30,000 വോട്ടുകൾ. കൊച്ചി പോലെ ഇത്ര ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ ഈ 30,000 വോട്ട് വളരെ നിർണായകമാണ്. എന്തും സംഭവിക്കാം. അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി എന്താണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു ലോക്സഭ കൂടി ഒന്ന് വളരെ വേഗം. 2024 ലോക്സഭയിൽ കൊച്ചി മണ്ഡലം ചിന്തിക്കുന്നത് 68,365 വോട്ടുകളുമായി ഹൈബി ഈഡനൊപ്പം നിന്നു. കൊച്ചി മണ്ഡലം മുഴുവൻ 28,079 താരതമ്യേന വലിയൊരു മാർജിനിലാണ് ഹൈബിക്ക് അവിടെ ഒരു വിജയം കൊച്ചി മണ്ഡലം നിയമസഭാ മണ്ഡലം നൽകിയത്. NDAക്ക് 15,072. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇങ്ങനെയാണ് കൊച്ചി മണ്ഡലം ചിന്തിച്ചത്.